അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? സുഖം തന്നെയല്ലേ? നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് എടുത്തത്. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അതിക്ക് കറി സാമ്പാറാണ്. അപ്പോൾ കുറേ കാലമായിരിക്കും ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറാക്കാൻ കരുതി. അപ്പം നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയിരിക്കണ്, നല്ല സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? സുഖം തന്നെയല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി സാമ്പാറൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചാണ്. ചായക്കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു ഇവിടെ ഉച്ചക്കൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ, അത് നുറുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളക്കാനേക്കുന്നു. അപ്പോൾ നമ്മൾ ചോറിനുള്ള അരി ഇടുകയാണ്. ഇവിടെ പെരുന്നാൾക്ക് കിട്ടിയ കുറച്ച് അരി ഉണ്ടായിരുന്നു ഒരു കീസിൽ. അത് 2-3 നായൊക്കെ ഉണ്ടാവും. അത് അളന്ന് നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും അത് ചെമ്പട്ടിക്കാണ് കൊട്ടിയിരിക്കണേ. ഇവിടെ വെള്ളം തളിച്ചു തുടങ്ങിയിരിക്കണേ. ഈ കരിയിടട്ടെ. അപ്പം നമ്മൾ ചോറും ആകും, പയറുപ്പേരിയും ആകും. അപ്പം അരി ആദ്യം തളിച്ച വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകണം. അതിൻ്റെ ആ പച്ച പോലെ ഒരു വെള്ള സാധനമൊക്കെ അല്ലേ, അതൊക്കെ നല്ലോണം തിളച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ 2-3-4 പ്രാവശ്യം കഴുകണം. അങ്ങനെയാണ് അരി ഇടൽ കേട്ടോ. അത് അങ്ങനെ അരിയൊക്കെ ഇട്ടുകണു. പുറത്തടുപ്പിൽ മണ്ണിൻ്റെ അടുപ്പിൽ നല്ലോണം തീ കത്തുന്നുണ്ട്. ചോറ് ഇവിടെ കടന്ന് വേകട്ടെ. അവിടെ അപ്പുറത്ത് പയറുപ്പേരി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് മുറ്റടിച്ച് വാരണം. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള നേരം പോലത്തെ ഇവന്നെ ഉണ്ടാവില്ല അല്ലേ? മുറ്റടിച്ചതിനെ പാത്രം മോറണം, ചോറും കൂട്ടാനും ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ചോറൊക്കെ നമ്മളുടെ അങ്ങനെ വേകണതാ, അതോ തീ കത്തുന്നുണ്ട്. അപ്പം നമ്മൾ കോഴിക്കൂടാണിത്. 2 കോഴിക്കൾ അട ഇരിക്കുന്നുണ്ട്. അതാ ഒരു കുട്ടി ഇതാ വിരിഞ്ഞിക്കണു. അതിനിതാ കൺമശിയൊക്കെ ഇട്ടെടുത്തുക്കണു. നമ്മളല്ല കേട്ടോ, പഠിച്ച ഇട്ടെടുത്താണ് കൺമശി. പഠിച്ച ഇട്ടെടുത്താണ് കൺമശി. അപ്പം ഇതാ കുറേ തേങ്ങ ഉണ്ട് ഇവിടെ ഉണങ്ങി കിടക്കണു. അതൊക്കെ ഒന്ന് പൊളിച്ചുണ്ടാക്കണം. ഞാനല്ല പൊളിച്ചാൽ, ഇതിൻ്റെ കജ്ജോണ്ട് വെച്ചാൽ പൊളിച്ചാൽ. അപ്പോൾ മുറ്റടിച്ചാലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണ്. മുറ്റടിച്ചാലൊക്കെ കഴിഞ്ഞ് വേഗം തുടക്കുകയാണ്. ആരമ്പോഴത്തേക്കും നാരോളം തന്നെ അല്ലേ, അടിച്ചൽ, തുടക്കൽ, മുറ്റടിച്ചൽ, ചോറും കൂട്ടാനും ഉണ്ടാക്കൽ. ഇപ്പോഴത്തെ ഇന്നത്തെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ തുടക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആക്കി എടുത്തതാണ്. അത് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുകൊണ്ട്, പോണ പോക്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകൊണ്ട്, കമൻറ്റ് ആരും ഇടില്ല എന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട്. നിങ്ങളെ ഈ വീഡിയോൻ്റെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ സുന്ദരി മോളാണ്. ഓളിതാ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഇതുണ്ടാവും. അതാ സബ്സ്ക്രൈബ് നിൽക്കോണ്ടി. അപ്പോൾ ഒരു ബെല്ലുമണി വരും, അതുമ്പോൾ നിൽക്കോണ്ടി. അപ്പോൾ ബെല്ലുമണി അടിച്ച് പൊട്ടിച്ചോണ്ടി. അപ്പോൾ അതാ നമ്മളെ സുന്ദരി മോള് ഇവിടെ പാത്രമൊക്കെ കഴുകി തരുന്നുണ്ട്. കമ്പി കൊണ്ടൊക്കെ വരച്ച് നല്ലോണം കഴുകി തരുന്നൊക്കെ ഉണ്ട്.
അപ്പോൾ പയറൊക്കെ അവിടെ വേവണുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നുറുക്കിൻ്റെ പയർ. ചോറ് ഊറ്റാണ്. ചോറൊക്കെ അങ്ങനെ വെന്തിക്കണു. പയറുപ്പേരി ഇവിടെ ആയി തുടങ്ങിയാണ്. ചോറ് ഊറ്റാണ്. അപ്പോൾ മക്കളെ നമ്മൾ ലൈം അടിച്ചാണ്. പിന്നെ നാരങ്ങയും ഇഞ്ചിയും രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും പഞ്ചസാരയൊക്കെ ഇട്ടുക്കണു. അടിപൊളി ലൈം അടിച്ചാണ്. അതിൽ കുറേ വീഡിയോ ഒക്കെ കാണാണ്ട്. എൻ്റെ ഫോണ് അണ്ടിപ്പരിപ്പ് ഇത്ര പറഞ്ഞു. അപ്പോൾ മക്കളെ നമ്മൾ പയറുപ്പേര് കടായിക്കണ്. ചോറട ഊറ്റുന്നുണ്ട്. മീൻ മസാല കൂട്ടുന്നുണ്ട്. അയിലാണ്. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഇവിടെ ആവും. അപ്പോൾ മക്കളെ അവിടെ ഒരുപാട് തേങ്ങ കൂട്ടി വെച്ചില്ലേന്നോ, അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. എൻ്റെ കൈ കൊണ്ട് പൊളിച്ചാൽ പറ്റാ. അപ്പോൾ ഞാൻ തേങ്ങ ഒന്നും പൊളിച്ചലില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞതിനല്ല എൻ്റെ കയ്യിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണെന്ന്. അപ്പോൾ അതാ മൂപ്പേരാണ് പൊളിച്ചത്. പിന്നെ ഒരു 10-50 തേങ്ങയൊക്കെ ഉണ്ടാവുള്ളൂ, കൂടുതലൊന്നുമില്ല. അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. നല്ല വെയിലാണല്ലോ, ഒക്കെ പൊളിച്ച് വെയിലത്തിട്ടാൽ ഉണങ്ങിക്കോളും. അപ്പോൾ അതാ നമ്മൾ മാങ്ങ ചെത്താണ് ചമ്മന്തി അരക്കാനുള്ള. അപ്പം അങ്ങനെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ അയക്കണ്. ചോറും രാവിലത്തെ സാമ്പാറും ഒക്കെ ഇട്ട് തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ. അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.